ഓ ഗൈസ് രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെയും നല്ല വിശാലമായ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയും നിന്ന് കുളിച്ചിട്ടൊക്കെ ഒന്ന് നാട് ചുറ്റാൻ പോകാം ഗൈസ്. അപ്പോൾ എന്തൊക്കെയും നമുക്ക് കുളിക്കാൻ പോകാം ഗൈസ്. എന്തൊക്കെയും നമ്മളിപ്പോൾ കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിലാണ് ഗൈസ്. കാരണം ഞാനിപ്പോൾ പുതിയതായിട്ട് അവരെ കൊണ്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ പണിയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയും നമുക്ക് കുളിച്ച് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കൊന്ന് നാട് ചുറ്റാൻ ഇറങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറുന്നത് വീടിൻ്റെ. ഓക്കെ സാറ് വിളിക്കുന്നുണ്ടല്ലോ നമുക്ക്. ഹലോടാ. ഹലോ. എടാ എടാ ഒരു അത്യാവശ്യ കാര്യം, നിന്ന് എളുപ്പം ഒന്ന് ഫോറസ്റ്റിലോട്ട് വരോടാ. എന്തോ അത്യാവശ്യം വരും, നീ പറയടാ. എടാ അതൊന്നും പറയാൻ സമയമില്ല, നീ എളുപ്പം ഒന്ന് ഫോറസ്റ്റിലോട്ടൊന്ന് വാടാ. ഇവിടെ മൊത്തത്തിൽ സീനായിട്ടിരിക്കുക. ഗൈസ് അവൻ പറയുന്ന മുമ്പേ തന്നെ മൊത്തത്തിൽ കട്ട് ചെയ്ത്. എന്തൊക്കെയാണ് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എളുപ്പം തന്നെ ഫോറസ്റ്റിലോട്ടൊന്ന് പോകാം. എന്തോ കാര്യം നിന്നോ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയായാലും ഫോറസ്റ്റിലോട്ടൊന്ന് പോയി നോക്കാം, കാര്യം എന്താണെന്ന് അറിയാമല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തൊക്കെയാലും ഫോറസ്റ്റിലോട്ട് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പം 2 വണ്ടിയേ ഉള്ളു ഗൈസ്. നമുക്ക് എന്തൊക്കെയാലും നമുക്ക് ബുള്ളറ്റിൽ തന്നെ പോയേക്കാം ഗൈസ്. എന്തോ കാര്യം എന്ന് പറഞ്ഞൂടാ ഗൈസ്, അവൻ എന്തിനാണോ എന്തോ വിളിച്ചത്. ഓക്കെ ഗൈസ്, ഇങ്ങോട്ടാണ് ഫോറസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ഫോറസ്റ്റിലോട്ടൊന്ന് പോയി നോക്കാം. ഇതാ ഗൈസ്, അവിടെയായിട്ട് നമ്മൾ ഫോറസ്റ്റ് കാണുന്നുണ്ട് ഗൈസ്. അവൻ അവിടെ നിൽപ്പുണ്ടെന്നാണ് അവൻ പറഞ്ഞത് ഗൈസ്. നമുക്ക് എന്തൊക്കെയാലും നോക്കാം അവൻ അവിടെ കാണോ ഇല്ലയെന്ന്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ കുറച്ച് സൈഡിലോട്ട് അങ്ങനെ നമുക്ക് വണ്ടി ഒതുക്കിയിടാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾക്ക് അങ്ങോട്ടങ്ങനെ ഒതുക്കിയിടാം. ഓക്കെ ഗൈസ്. എന്താ ഗൈസ്, നമ്മളാ കൂട്ടുകാരെന്താ അവിടെ ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യം എന്താണെന്ന് ചോദിച്ചു നോക്കാം. എടാ എന്തുവാടാ പ്രശ്നം? എടാ 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 നമ്മളെ ഇവിടെ സിംഹം ഇറങ്ങിയടാ. സിംഹമാ പോടാ, സത്യമായിട്ട് സിംഹം ഇറങ്ങിയടാ. സിംഹം ഒന്നും ഇവിടെ ഇറങ്ങാൻ സാധ്യതയില്ലല്ലോ. എടാ ഇവിടുന്ന് സിംഹത്തിനെ പിടിച്ചു കൊടുത്താൽ നമുക്ക് 10,000 രൂപ പാരിതോഷം കിട്ടുമെന്നാടാ പറയുന്നത്. 10,000 രൂപ? അതിനിവിടെ സിംഹം ഉണ്ടാന്ന് പോലും അറിഞ്ഞൂടല്ലോ. ഞാൻ എന്തൊക്കെയാണ് നോക്കാം ഇവിടെ സിംഹം ഉണ്ടാന്ന്. നമുക്ക് നോക്കാം ഗൈസ് ഇവിടെ സിംഹം ഉണ്ടാ ഇല്ലേ എന്ന്. ഞാനിവിടെ നോക്കിയിട്ട് ഇവിടെ സിംഹമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയും കൂടി നോക്കാം. സിംഹം ഇനി ചിലപ്പം വണ്ടിയിൽ ശബ്ദം കേട്ട് പേടിച്ചെങ്ങനെ അങ്ങോട്ട് എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. ചിലപ്പോൾ സിംഹം എങ്ങനെ നമ്മുടെ അടുത്തോട്ട് വന്നാലേ. ഓക്കെ ഗൈസ്, നമ്മൾ എന്തൊക്കെയാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടൊന്ന് ഇറങ്ങാം. ഓ ഗൈസ്, ഇതാണ്ട് അവിടെ സിംഹം നിൽപ്പുണ്ട് ഗൈസ്. അവൻ പറഞ്ഞ കള്ളമല്ല ഗൈസ്, അവിടെ സിംഹം നിൽപ്പുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങനെ പോയി സിംഹത്തിനെ പിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് ഇക്വിപ്മെൻറ്റ്സൊക്കെ വേണം. നമുക്ക് തോക്കും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അതെല്ലാം സെറ്റാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് ആ സിംഹത്തിനെ കൊല്ലാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ പോലീസിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഈ പോലീസുകാരന്മാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. സാറേ ഈ സിംഹത്തിനെ കൊല്ലാൻ നിങ്ങളെ തോക്കുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് ഒന്ന് സിംഹത്തിനെ കൊല്ലാമല്ലോ. ഇല്ലടാ എനിക്ക് പറ്റത്തില്ലടാ. കാരണം എനിക്ക് ഈ ഇടയ്ക്കിടെ സിനിമയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇക്വിപ്മെൻറ്റ്സ് തോക്കൊക്കെ തരാം. അപ്പം ഗൈസ്, നമുക്ക് പോലീസുകാരന്മാർ കുറച്ച് തോക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എടാ നിങ്ങൾ നമ്മളെ ഫോഴ്സിൽ നിന്ന് പറ്റി നോക്കിയിട്ട് സിംഹത്തിനെ കൊല്ലാൻ പറ്റുന്നില്ല. നിനക്ക് മാത്രമേ പറ്റൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സിംഹത്തിനൊന്ന് കൊല്ലാം ഗൈസ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കിനി നല്ല രീതി വെച്ച് പ്രൊട്ടക്ഷനൊക്കെ ആയിട്ടൊന്ന് ഒരുങ്ങിയിട്ട് വേണം വരാൻ ഗൈസ്. അയ്യോ ഗൈസ്, പോലീസുകാരന്മാരെ മുമ്പിൽ വെച്ചാൽ നമ്മൾ ഒരാൾ ഇടിച്ചിട്ട് ആ പോലീസൊക്കെ വരും. നമുക്ക് എന്തെങ്കിലും നൈസിന് അങ്ങ് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ എന്തൊക്കെയാലും നമുക്കൊന്ന് പോയി ഒരുങ്ങണം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്രയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യമേ കാണുള്ളൂ ഗൈസ്. അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് വീണ്ടും ഒന്ന് ആ ഫോറസ്റ്റിലോട്ടൊന്ന് പോയിട്ട് വരാം. ഇപ്പം നമ്മൾ കുറച്ച് തോക്കൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഒരു സീക്രട്ട് സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. ഇപ്രാവശ്യം നമുക്ക് നമ്മളെ ജീപ്പിലായിട്ട് തന്നെ പോവാം ഗൈസ്. അല്ലെങ്കിൽ നമ്മളെ ബൈക്കിൽ നിന്ന് തന്നെ സിംഹം നമ്മളെ കൊല്ലാൻ നല്ല സാധ്യതയുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് ജീപ്പ് എടുത്ത് നേരെ ഫോറസ്റ്റിലോട്ട് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഓടിച്ച് ഈ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തൊക്കെയാലും തുറന്ന് സിംഹത്തിനെ കൊല്ലാൻ പറ്റുമോ നമുക്ക് എന്തൊക്കെയാലും നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തൊക്കെയാലും തോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു തോക്കെടുത്ത്
സിംഹത്തിനെ കൊല്ലാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഈ പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ് സിംഹത്തിനെ കൊല്ലുന്നതിൻ്റെ. ഓക്കെ ഗൈസ്, ഇവിടെ അവിടെ സിംഹം നിൽപ്പുണ്ട് ഗൈസ്. നമുക്ക് എന്തൊക്കെയാലും ഇവിടെ അടുത്ത് നിന്ന് കൊല്ലണ്ട, കുറച്ച് ദൂരമായിട്ട് നിന്നിട്ട് നമുക്ക് സിംഹത്തിനെ കൊല്ലാൻ നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ആയിട്ട് നിൽക്കാം ഗൈസ്. നമുക്ക് എന്നിട്ട് ആ സിംഹത്തിനെ ജസ്റ്റ് ഒന്ന് എയിം ചെയ്തൊന്ന് വെടി വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അതാ സിംഹത്തിന് കൊണ്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്രാവശ്യം അടിക്കുന്നതിന് കൊണ്ട് ഗൈസ്. ഗൈസ് അതവിടെ കിടന്ന് അലറുന്നുണ്ട്. ദാ ഗൈസ്, ദാ നമ്മൾ തോടി വരും, നമുക്ക് എളുപ്പം അങ്ങോട്ട് ഓടാൻ ഗൈസ്. ദാ നമ്മളെ കടിക്കുന്നുണ്ട് ഗൈസ് ഭയങ്കരമായിട്ട്. എൻ്റെ ഹെൽത്ത് ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക ഗൈസ്. ഞാൻ വിചാരിച്ചത് എളുപ്പമായിരിക്കുമെന്ന്. ഓ ഗൈസ്, നമ്മളത് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് നമുക്കാണെങ്കിൽ വെടി വയ്ക്കാനും പറ്റുന്നില്ല, ഇത് കടിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. ഗൈസ് നമ്മളതങ്ങനെ കൊന്നു ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സിംഹത്തിനെ കൊല്ലുന്നതിന് പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആണെന്നല്ലാതെ ലൈക്ക് സബ് ഷെയർ ഒക്കെ ചെയ്തോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.